കണ്ടോളി ബിഫോർ കണ്ടോളി മുത്തുമണികളെ. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പരിസര ക്ലീനിങ് ഇട്ടില്ല, അതിൻ്റെ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ മണ്ണാച്ചമ്പലെ കണ്ട് വള്ളി കണ്ടില് ആ പുറത്തുള്ള വള്ളി മുഴുവൻ ഇവിടെ പെരൻ്റെ ഒത്തുത്തിനുണ്ടല്ലേ. ഇതാണ് വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ. നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിനല്ലോ, പരിസര ക്ലീനിങ്ങും വീട് ക്ലീനിങ് ഒറ്റ ദിവസം നടന്നാലാണ്. അതിൻ്റെ ബാക്കിയുള്ള വീട് ക്ലീനിങ് കണ്ടത് കണ്ടോളി. ഇനി ആദ്യം ഈ വീട് ക്ലീനിങ് കാണുമ്പോൾ ബിഫോർ ശരിക്കും കണ്ടോളി. വീട് ക്ലീനിങ് കാണുമ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ അക്കൗണ്ടിൽ പോയൊക്കെ എനിക്ക് അറിയാൻ കഴിയും. പിന്നെ ഇതിൻ്റെ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പരിസര ക്ലീനിങ് അല്ലേ. അതൊക്കെ ഒരൊറ്റ ദിവസം നടന്ന വർക്കാണ് പരിസരം ക്ലീനിങ്ങും. നമുക്ക് രണ്ടാളും ഒറ്റ ദിവസത്തെ വർക്ക് കൊണ്ടാണ് പരിസരം ഈ വീട് ക്ലീനിങ്ങും ഫിനിഷ് ചെയ്തതല്ലേ. ബിഫോർ ശരിക്കും കാരണം ഇതൊരു ചെറിയൊരു വീടാണ്, ആസിറ്റാസ് സീറ്റ് ഇട്ടോണ്ടൊരു വീടാണ്. നമ്മൾ പറഞ്ഞ വലിയ ഫാമിലിയോട് ഉണ്ടാവില്ല, അപൂർവങ്ങളിൽ അപൂർവം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുറച്ച് വെക്കേഷനിലായാലും കുറച്ച് ദിവസം നമ്മുടെ പാർക്കാൻ വേണ്ടി വരാനുള്ള പരിപാടിയാണ്. വർഷങ്ങളോളം പൂട്ടി കിടന്നതാണ് അല്ലേ. അപ്പോൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ക്ലീനിങ്ങിന് വിളിച്ചാണ്. സെറ്റാണ് മുത്തുമണി. അതിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ട്. ഓരോ റൂമിൻ്റെയും ഓരോ ഏരിയകൾ ബിഫോർ നമ്മൾ ചെറിയ ഇതിൽ കാണിച്ചു തരാം. ആകെ പിടുത്തം മുട്ടിട്ട് കണ്ടല്ലേ, നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഓരോ ഏരിയയിലാണ് ഇത് പറ്റ പിടുത്തം മുട്ടല്ലേ. ആകെ ചണ്ടും ചമ്പലും ഇവിടെ കണ്ടില്ല ഞങ്ങൾ. എലിക്കാട്ടും മറ്റേ പല്ലിക്കാട്ടും മൂത്രക്കാട്ടും എല്ലാ കാട്ടും ഉണ്ട് കണ്ടില്ലേ. മനുഷ്യന്മാരെ കാട്ടില്ലാത്ത വലിയ കിട്ടല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിലൊക്കെ പാമ്പ് കടന്നുകൊണ്ടി വരെ നമ്മൾ കാണാം. കാരണം അതിൻ്റെ പരിസരത്തിൻ്റെ ബിഫോർ നിങ്ങൾ ശരിക്കും കൊണ്ടുകൊണ്ടി അത്രക്കും പരിസരം പിടുത്തം മുട്ടിനി. സ്വാഭാവികം ജനാലിൻ്റെ ചില്ലിൻ്റെ അവസ്ഥ ഉണ്ട് നിങ്ങൾ. ഇതാണ് ഇതിൻ്റെ ജനാലിൻ്റെ ചില്ലിൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മൾ വർക്ക് തുടങ്ങിയിട്ടോ. അതൊക്കെയാണ് തട്ടിക്കോട്ട് ഇതിൻ്റെ അടിയത്തെ ഇതുണ്ടെങ്കിൽ മണ്ണും കാര്യം നമ്മൾ അടിച്ചു വരുമ്പോൾ കാണിച്ചാൽ എത്രത്തോളം ഉണ്ട് കണ്ടല്ലേ. ഫാന് ചെറിയ അതുകൊണ്ടാണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തീരാൻ കാരണം. അതൊക്കെയാണ് ചണ്ടി ചമ്മലുണ്ടെങ്കിൽ അടിച്ചു വരുമ്പോൾ നമ്മൾ തട്ടിക്കൊട്ടതിന് ശേഷം ഇത്രക്കും വേസ്റ്റാണ് നമുക്ക് ചേരാട്ട കഥ. വല്ലാത്തതി. ഇതിന് മെയിൻ വിഷയം എന്ന് വെച്ചാൽ അടിയിൽ ഇതുപോലെ കാർപ്പറ്റ് വിരിച്ചാണ്. ഈ കാർപ്പറ്റ് വിരിക്കുമ്പോൾ എന്താ വിഷയം വെച്ചാൽ ഇത്രയും വർഷങ്ങളായി പൂട്ടിയിരുന്ന ഈ വീടിൻ്റെ ബിഫോർ കണ്ടിട്ട് നമുക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ചാക്കിലും വേസ്റ്റ് ആട്ടോ. അതിൻ്റെ പുറമെ ഈ വീട് അത് വെള്ളം അടിച്ച് കേൾക്കാൻ വേണ്ടി നമ്മൾ തുടച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വെള്ളം അടിച്ച് കേൾക്കാൻ പറ്റില്ല. മാഷാഅല്ലാഹ് ആഫ്റ്ററിലേക്ക് ഇതാ പോരും കണ്ടോളി. കിച്ചണിൽ ഇങ്ങനെ പോരാണ്. ഇനി കിച്ചൺ ഒന്നുകൂടി കാണിച്ചു തരാം അല്ലേ. ഓരോ റൂം ഇങ്ങനെ ചെയ്ത് നമ്മൾ ആ ഗ്ലാസ് കണ്ട ഞങ്ങൾ തെളുങ്ങളതാണ്. അപ്പോൾ പുറത്തോട്ട് നോക്കിയാൽ ശരിക്കാണുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലം നമുക്ക് കാർപ്പറ്റിനുള്ളിൽ വെള്ളം അടിച്ച് കേൾക്കാൻ പറ്റില്ല. കാർപ്പറ്റിൻ്റെ ഉള്ളിൽ ഇറങ്ങും. പിന്നെ ഫുള്ള് സ്മെല്ലേക്കാനും. ബാത്റൂമൊക്കെ കണ്ടില്ല, സെറ്റ് പുതിയ ബാത്റൂമാക്കി എടുത്ത് ഫുള്ള് സ്മെല്ലാവും. ഇത്രയും കാലം അടച്ചിട്ട വീടാകുമ്പോൾ നമുക്ക് ഈ കാർപ്പറ്റ് വിരിച്ചാൽ നമുക്ക് ഉദ്ദേശം അതിൽ ക്ലീൻ ആയിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടല്ലേ. ആഫ്റ്റർ ഞങ്ങൾ തെളുങ്ങണതാണ് ഉണ്ടല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ വെള്ളം അടിച്ചാൽ കേൾക്കാൻ വേണ്ടി ശരിക്ക് ഇത്രയും പല്ലിക്കാട്ടും മറ്റേ എലിക്കാട്ടൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് പക്ഷേ നമ്മളിത് ഡെറ്റോളും കാര്യമൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ തന്നെ ചെയ്ത് ഹെൽത്തി ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്തത്. പക്ഷേ നമുക്ക് വെള്ളം അടിച്ച് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ അതില്ല. കാരണം കാർപ്പറ്റ് വിരിച്ചുകൊണ്ട് നടക്കൂല. അതിൻ്റെ അടിക്ക് വെള്ളം ഇറങ്ങി സ്മെല്ലായി പിന്നെ ഒരു കൂടെ കടന്നുറങ്ങാനേ കഴിയില്ല ഉണ്ടല്ലേ. ഈ കോലത്തിൽ നമ്മൾ എല്ലാം വൃത്തിയാക്കി പാത്രമൊക്കെ പൊടി തട്ടി വൃത്തിയാക്കി വിടുന്നല്ലേ. അങ്ങനെ ഈ ആഫ്റ്റർ കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാനിക്കാണ്. ഇനി വീട്ടിൽ ഇങ്ങനെ മാറാനൊക്കെ പോയി ചൊറുക്കായി ഇവിടെ ഉണ്ടല്ലേ. എല്ലാം വൃത്തി വെള്ളി വിളിച്ചേക്കും. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അവസാനിക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, താങ്ക് യു.